NDPS നിയമം പാർലമെന്റ് പാസാക്കിയത് എന്ന്? 1985. NDPS ആക്ട് നിലവിൽ വന്ന തീയതി 1985 നവംബർ 14. ലഹരിമരുന്നുകളുടെ കൈവശം വയ്ക്കുന്നതിന് ചെറിയ അളവ് ശിക്ഷ നൽകുന്ന വകുപ്പ്. വകുപ്പ് 27. NDPS നിയമപ്രകാരം ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പ്. വകുപ്പ് 31A. വാണിജ്യ അളവിലുള്ള ലഹരിമരുന്ന് കേസുകളിൽ കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 10 വർഷം. ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യുന്നതിന് മുൻപ് ഒരു ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിന്റെയോ സാന്നിധ്യം വേണമെന്ന് ആവശ്യപ്പെടാൻ പ്രതിക്ക് അവകാശം നൽകുന്ന വകുപ്പ്. വകുപ്പ് 50. NDPS നിയമപ്രകാരം സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്നാൽ എന്ത്? ആക്ടിലെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയ പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ വസ്തുക്കൾ. നർക്കോട്ടിക് കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? കേന്ദ്ര സർക്കാർ. ലഹരിമരുന്ന് ഉപയോഗത്തിന് അടിമയായ ഒരാൾക്ക് ചികിത്സയ്ക്കായി സന്നദ്ധനായാൽ പ്രോസിക്യൂഷനിൽ നിന്ന് ഇളവ് നൽകുന്ന വകുപ്പ്. 64A. NDPS കേസുകളിൽ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള ബാധ്യത ആർക്കാണ്? കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക്. ഒരു പോലീസ് ഓഫീസർക്ക് വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താൻ അധികാരം നൽകുന്ന വകുപ്പ്. വകുപ്പ് 42. താഴെ പറയുന്നവയിൽ NDPS നിയമപ്രകാരം നിയന്ത്രിക്കപ്പെടാത്തത് ഏത്? മദ്യം. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്ഥാപിതമായ വർഷം 1986. കഞ്ചാവ് ചെടികൃഷി ചെയ്യുന്നത് ശിക്ഷാർഹമായ വകുപ്പ്. വകുപ്പ് 20. വാണിജ്യ അളവിലുള്ള ലഹരിമരുന്ന് കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതാണ്. പ്രസ്താവന ശരിയാണ്. അഫിനി കൃഷി ചെയ്യാൻ അനുമതി നൽകുന്നത് ആര്? കേന്ദ്ര സർക്കാർ. NDPS ആക്ടിലെ വകുപ്പ് 37 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ജാമ്യം ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ. താഴെ പറയുന്നവയിൽ കഞ്ചാവിന്റെ ഭാഗമല്ലാത്തത് ഏത്? ബാങ്. പിടിച്ചെടുത്ത ലഹരിമരുന്നുകൾ നശിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്. വകുപ്പ് 52A. NDPS ആക്ട് പ്രകാരം ചെറിയ അളവ് എന്നാൽ എന്ത്? കേന്ദ്ര സർക്കാർ വിജ്ഞാപനം വഴി നിശ്ചയിക്കുന്ന അളവ്. NDPS നിയമമനുസരിച്ച് ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നവർക്കുള്ള ശിക്ഷ അതേ കുറ്റത്തിന് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ. പിടിച്ചെടുത്ത സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ അധികാരം നൽകുന്ന അധ്യായം. അധ്യായം 5A. ഒരു സ്ഥലത്ത് ലഹരിമരുന്ന് ഉപയോഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉടമസ്ഥനുള്ള ശിക്ഷ ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 25. ലഹരിമരുന്ന് കടത്താൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടുകെട്ടാൻ സാധിക്കുമോ? സാധിക്കും. വകുപ്പ് 60 പ്രകാരം. NDPS നിയമപ്രകാരം സ്പെഷ്യൽ കോടതികൾ രൂപീകരിക്കുന്നത് ആരാണ്? സംസ്ഥാന സർക്കാർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അനുമതിയോടെ. കുറ്റവാളികളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് റിവാർഡ് നൽകുവാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടോ? ഉണ്ട്. NDPS ആക്ട് ഭേദഗതി ചെയ്ത പ്രധാന വർഷങ്ങൾ 1988, 2001, 2014. ഒരു വ്യക്തിയെ സെർച്ച് ചെയ്യുമ്പോൾ സ്ത്രീകളെ സെർച്ച് ചെയ്യാൻ ആർക്കാണ് അധികാരം? വനിതാ പോലീസ് ഓഫീസർക്ക്. സ്ത്രീകൾക്ക് മാത്രം. പിടിച്ചെടുത്ത ലഹരിമരുന്നിന്റെ സാമ്പിൾ എടുക്കുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. വകുപ്പ് 52A. NDPS നിയമത്തിലെ വകുപ്പ് 67 പ്രകാരം മൊഴി രേഖപ്പെടുത്തുവാൻ ആർക്കാണ് അധികാരം? അന്വേഷണ ഉദ്യോഗസ്ഥന്. അബ്കാരി നിയമം നിലവിൽ വന്ന വർഷം 1902 ഓഗസ്റ്റ് 15. അബ്കാരി ആക്ടിലെ ആകെ സെക്ഷനുകളുടെ എണ്ണം 71. മദ്യം ഉപയോഗിക്കുവാനും കൈവശം വയ്ക്കുവാനുമുള്ള കുറഞ്ഞ പ്രായപരിധി 23 വയസ്സ്. ചാരായം നിരോധിച്ചതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ. സെക്ഷൻ 8. കേരളത്തിൽ ചാരായം നിരോധിച്ചത് എന്ന് മുതൽ? 1996 ഏപ്രിൽ 1 മുതൽ. പൊതുസ്ഥലത്തെ മദ്യപാനം നിരോധിച്ചിട്ടുള്ള സെക്ഷൻ. സെക്ഷൻ 15C. 23 വയസ്സിന് താഴെയുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിരോധിക്കുന്ന വകുപ്പ്. സെക്ഷൻ 15B. അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് തടയുന്ന വകുപ്പ്. സെക്ഷൻ 13. ഒരാൾക്ക് നിയമപരമായി കൈവശം വയ്ക്കാവുന്ന പരമാവധി വിദേശ മദ്യം 3 ലിറ്റർ. ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി ബിയർ 3.5 ലിറ്റർ.
വൈൻ കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ് എത്ര? 3.5 ലിറ്റർ. അബ്കാരി ആക്ടിൽ കള്ള് എന്ന് നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ സെക്ഷൻ 3 സബ്സെക്ഷൻ 11. ലഹരി വസ്തുക്കളുടെ കയറ്റുമതി നിരോധിക്കുന്ന വകുപ്പ് സെക്ഷൻ 7. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് സെക്ഷൻ 55(h). അബ്കാരി ഓഫീസർമാരെ നിയമിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 4. വാറന്റ് ഇല്ലാതെ പരിശോധന നടത്താൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 31. മജിസ്ട്രേറ്റിന് സെർച്ച് വാറന്റ് നൽകാൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 30. കുറ്റകരമായ ഗൂഢാലോചനയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 55(d). അബ്കാരി കമ്മീഷണറെ നിയമിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 4(a). ലൈസൻസ് റദ്ദാക്കാൻ കമ്മീഷണർക്ക് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 26. ചാരായം എന്നതിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ സെക്ഷൻ 3 സബ്സെക്ഷൻ 6(a). അബ്കാരി നിയമപ്രകാരം കൊക്കോ ബ്രാൻഡി കൈവശം വയ്ക്കാവുന്ന അളവ് 1 ലിറ്റർ. നിയമവിരുദ്ധമായി മദ്യം ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ശിക്ഷ പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 55(a). മദ്യത്തിൽ വിഷാംശം കലർത്തുന്നതിനെതിരായുള്ള ശിക്ഷ നൽകുന്ന വകുപ്പ് 57(a). അബ്കാരി നിയമപ്രകാരം കള്ള് ചെത്തുന്നതിനെക്കുറിച്ചുള്ള നിർവചനം സെക്ഷൻ 3 സബ്സെക്ഷൻ 22. അബ്കാരി കുറ്റകൃത്യങ്ങൾക്ക് മജിസ്ട്രേറ്റിന് പിഴ ചുമത്താൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 67. പിടിച്ചെടുത്ത തൊണ്ടിമുതലുകൾ നശിപ്പിക്കാൻ അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 53(a). മദ്യശാലകൾ അടപ്പിക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 54. അബ്കാരി നിയമത്തിലെ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 29. അബ്കാരി നിയമത്തിൽ നിന്നും ഏതെങ്കിലും മദ്യത്തെ ഒഴിവാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 71. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 4. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യം നിരോധിക്കുന്നത് ഏത് സെക്ഷൻ വഴിയാണ്? സെക്ഷൻ 5. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എത്ര ദൂരപരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല? 100 വാര, ഏകദേശം 91 മീറ്റർ. ഏത് പ്രായത്തിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കുറ്റകരമാണ്? 18 വയസ്സ്. പുകയില പാക്കറ്റുകളിൽ നിയമപരമായ മുന്നറിയിപ്പുകളും ചിത്രങ്ങളും വേണമെന്ന് നിഷ്കർഷിക്കുന്ന സെക്ഷൻ സെക്ഷൻ 7. പൊതുസ്ഥലങ്ങളിൽ പുകവലിച്ചാൽ ഈടാക്കാവുന്ന പരമാവധി പിഴ 200 രൂപ. കോട്ട്ബ നിയമം ലംഘിക്കപ്പെട്ടാൽ പരിശോധന നടത്താൻ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസർ, ഡ്രഗ് ഇൻസ്പെക്ടർ, ഫുഡ് ഇൻസ്പെക്ടർ. മുകളിൽ പറഞ്ഞ എല്ലാവർക്കും പരിശോധന നടത്താവുന്നതാണ്. താഴെ പറയുന്ന വാക്യത്തിലെ തെറ്റ് തിരിച്ചറിയുക. പ്രസംഗത്തിനിടയിൽ മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി ഉദ്ബോധിപ്പിച്ചു. മദ്യം ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ ഉദ്ബോധിപ്പിച്ചു. കേരളത്തിൽ മദ്യപിക്കുന്നവർക്കും മദ്യം വാങ്ങുന്നവർക്കും നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം 23 വയസ്സ്. താഴെ കാണുന്ന പ്രസ്താവനകളെക്കുറിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരി. ജനുവരി 30 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ജൂൺ 26 കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. ദുഃഖവെള്ളി ദിനത്തിൽ കേരളത്തിലെ എല്ലാ മദ്യശാലകളും അടഞ്ഞുകിടക്കും. പട്ടികയിൽ മദ്യ ഇനങ്ങളുടെ അളവ് സംബന്ധിച്ച് ചുവടെ കാണുന്ന ഓപ്ഷനുകളിൽ ശരി. IMFL 3 ലിറ്റർ, ബിയർ 3.5 ലിറ്റർ കേരളത്തിൽ ഒരു വ്യക്തിക്ക് സൂക്ഷിക്കാവുന്ന പരമാവധി അളവാണ്. കേരളത്തിൽ ചാരായം നിർമ്മിക്കുന്നതും വിൽപ്പനയും മറ്റും 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ കുറയാത്ത പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമായി നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1997. NDPS ആക്ട് 1985 ബാധകമായ പ്രദേശം ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും. 2 കഞ്ചാവ് ചെടികൾ നട്ട് വളർത്തിയാൽ NDPS ആക്ട് 1985 പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപയും. മീഥൈൽ ആൽക്കഹോളിന്റെ കെമിക്കൽ ഫോർമുല CH3OH. കേരളത്തിലെ അനുമതിയുള്ള 50 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എത്ര പ്രൂഫ് ലിറ്റർ ആണ്? 37.5.
ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് ചട്ടങ്ങൾ പ്രകാരം ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്നാൽ 99.5% ഈഥൈൽ ആൽക്കഹോളും 0.5% വെള്ളവും അടങ്ങിയത്. കേരളത്തിലെ വിദേശ മദ്യഷാപ്പുകളുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി 1ഉം 3ഉം ശരിയല്ല. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ദിവസം വിദേശ മദ്യഷാപ്പുകൾ തുറന്നു പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന പ്രസ്താവന ശരിയാണ്. കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ്ഡ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ. FL1 വിദേശ മദ്യവിൽപ്പന സ്ഥാപനങ്ങളിൽ നിന്ന് ഒരാൾക്ക് ഒരു സമയം വില കൊടുത്തു വാങ്ങാവുന്ന വിദേശ മദ്യത്തിന്റെ കുറഞ്ഞ അളവ് 180 മില്ലി. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് കോഡ്പ നിയമപ്രകാരം ശരിയായത്? 18 വയസ്സ് തികയാത്ത ഒരാൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുത്. പുകവലി ഉൽപ്പന്നങ്ങളുടെ പരസ്യം നൽകുവാനോ പ്രസിദ്ധീകരിക്കുവാനോ പാടില്ല. കോഡ്പ നിയമപ്രകാരം എത്ര മുറികളുള്ള ഒരു ഹോട്ടലിലാണ് സ്മോക്കിംഗ് ഏരിയ പ്രത്യേകം സജ്ജീകരിക്കേണ്ടത്? 30 മുറികൾ. സിഗരറ്റ് ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കാണിക്കുന്ന മുന്നറിയിപ്പ് ചിത്രങ്ങൾ ഒരു സിഗരറ്റ് കവറിന്റെ പുറത്തുള്ള സ്ഥലത്തിന്റെ എത്ര ശതമാനം ഭാഗത്ത് പ്രദർശിപ്പിക്കണം? 85%. കേരളത്തിൽ മദ്യവർജനത്തിന് ഊന്നൽ നൽകിയും മയക്കുമരുന്നുകളുടെ ഉപഭോഗം പൂർണ്ണമായും ഇല്ലാതാക്കുവാനും ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിച്ച ലഹരി വർജന മിഷൻ വിമുക്തി ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 47 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി പാനീയങ്ങളുടെയും മരുന്നുകളുടെയും ഉപയോഗം സർക്കാരിന് നിരോധിക്കാൻ സാധിക്കും. മദ്യനിരോധനം ഏർപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. IT ആക്ട് 2000 സെക്ഷൻ 43A പ്രകാരം താഴെ പറയുന്നവയിൽ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥൻ? കമ്പനി, പാർട്ണർഷിപ്പ് സ്ഥാപനം, വ്യക്തി. ഒരു വ്യക്തി IT ആക്ട് 2000 സെക്ഷൻ 43 പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ചെയ്യുകയാണെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് റെസ്റ്റ് ഹൗസിൽ താമസിക്കുന്നതിനുപയോഗിക്കുന്ന സ്വകാര്യ മുറി. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിന്റെ അധികാരപരിധിയിലൂടെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് ആ സംസ്ഥാനത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരാൾ അബ്കാരി നിയമമനുസരിച്ച് കൈവശം വയ്ക്കാവുന്ന മദ്യത്തിന്റെ അളവ് 15 ലിറ്റർ. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങുവാനും ഉപയോഗിക്കുവാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. മയക്കുമരുന്ന് നിരോധന നിർമ്മാർജ്ജന നിയമം 1985 NDPS ആക്ടിന്റെ ഉദ്ദേശ്യം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കുവാനും ഭേദഗതി വരുത്തുവാനും മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ടുകെട്ടുവാൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത് NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന മുറി ഉൾപ്പെടുന്ന മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാമധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ്? ഓരോ 400 കിലോമീറ്റർ ദൂരത്തിലും 0.1 വീതം, ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്പിരിറ്റിന്റെ വീര്യം അളക്കൽ. കേരളത്തിൽ വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശ മദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി 3ഉം 4ഉം തെറ്റാണ്. കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി 2, 4 എന്നിവ തെറ്റാണ്.
18 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്ത് വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോട്ട്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങൾ: വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗവും നിരുത്സാഹപ്പെടുത്തുക. കോട്ട്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്: പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന രീതിയിലായിരിക്കണം. പുകവലി ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലായിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾക്ക് കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി: വിമുക്തി പദ്ധതിയുടെ സംസ്ഥാന തല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. നാളത്തെ കേരളം ലഹരി വിമുക്ത നവകേരളം എന്നതാണ് വിമുക്തി പദ്ധതിയുടെ ലക്ഷ്യം. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിരിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരിക. നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക. ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി താഴെ പറയുന്നവയിൽ ആരെല്ലാം അംഗങ്ങളാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട് 2000 വിവരസാങ്കേതിക നിയമത്തിന്റെ വ്യവസ്ഥ: വകുപ്പ് 43, വകുപ്പ് 66. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം കുട്ടിയുടെ അശ്ലീല സാഹിത്യം കുറ്റകൃത്യമായി കണക്കാക്കുന്നത് കുട്ടിയുടെ പ്രായം 18-ൽ താഴെയാണെങ്കിൽ. അബ്കാരി നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമായ ഗൂഢാലോചന കുറ്റകൃത്യമാകുന്നത്? 55D. അബ്കാരി നിയമപ്രകാരം എത്ര വയസ്സ് മുതലുള്ളവർക്കാണ് മദ്യം കൈവശം വയ്ക്കുവാനും ഉപയോഗിക്കുവാനും അനുവാദമുള്ളത്? 23. താഴെ പറയുന്ന ദിവസങ്ങളിൽ ഏതു ദിവസമാണ് അബ്കാരി ആക്ട് പ്രകാരം ഡ്രൈ ഡേ ആയി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്? ദുഃഖവെള്ളി. താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പിന്റെ ഏത് ഉദ്യോഗസ്ഥനും അതിനു മുകളിൽ ഉള്ളവർക്കുമാണ് കള്ളുഷാപ്പുകളിൽ പരിശോധന നടത്തുവാൻ അധികാരമുള്ളത്? എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ മുതൽ മുകളിലോട്ട്. NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് വധശിക്ഷ നൽകുന്നത്? 31A. 15 കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിക്കെതിരെ NDPS നിയമത്തിൽ ഏത് വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? 20B(2). ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരം റെക്ടിഫൈഡ് സ്പിരിറ്റ് റെക്ടിഫിക്കേഷനിലൂടെയോ മറ്റ് ഡിസ്റ്റിലൈസേഷനിലൂടെയോ വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്ന സ്പിരിറ്റ് ന്യൂട്രൽ സ്പിരിറ്റ് എന്നറിയപ്പെടുന്നു. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതെ ആക്കി മാറ്റുവാൻ താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് ചേർക്കുന്നത്? ക്രൂഡ് പിരിഡിൻ. ഡിസ്റ്റിലറികളിൽ മദ്യനിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മൊളാസസുകൾ കടത്തിവിടുന്ന പൈപ്പുകളുടെ നിറം നീല. താഴെ പറയുന്നവയിൽ കേരളത്തിലെ മദ്യവിൽപ്പന അനുവദിച്ചുകൊണ്ടുള്ള വിവിധ ലൈസൻസുകൾ സംബന്ധിച്ച് ശരിയായത്? ഓപ്ഷൻ സി. കേരളത്തിൽ വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാല സ്ഥാപിക്കുന്നത് സ്കൂൾ കോളേജുകളിൽ നിന്നും വേണ്ട കുറഞ്ഞ ദൂരപരിധി 200 മീറ്റർ. താഴെ പറയുന്നവയിൽ നിയമം മൂലം കേരളത്തിൽ മദ്യവിൽപ്പന നിരോധിച്ചിട്ടില്ലാത്ത ദിവസം ഓഗസ്റ്റ് 15. പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചുകൊണ്ട് കോട്ട്പ ആക്ട് ഏത് വകുപ്പ് പ്രകാരമാണ്? 4. സ്കൂൾ പരിസരത്ത് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയാൽ കോട്ട്പ ആക്ട് പ്രകാരം ചുമത്താവുന്ന പിഴ 200 രൂപ. ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പുകയില ഉൽപ്പാദന പാക്കറ്റിൽ എത്ര ശതമാനം സ്ഥലത്ത് പുകയില ഉൽപ്പന്നം ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് ഉണ്ടാകണം? 85%. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കുവാൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? ആർട്ടിക്കിൾ 49. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ. വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡി ചെയർമാൻ മുഖ്യമന്ത്രി. കേരളത്തിൽ മദ്യ ഉപയോഗം അനുവദിച്ചിരിക്കുന്നത് എത്ര വയസ്സ് മുതൽക്കാണ്? 23. IT ആക്ട് 2000 പ്രകാരം സൈബർ തീവ്രവാദത്തിനുള്ള പരമാവധി തടവു ശിക്ഷ ജീവപര്യന്തം. IT ആക്ട് 2000 സെക്ഷൻ 77B പ്രകാരം
ഡാഷ് തടവു ശിക്ഷ പ്രതിപാദിച്ചിട്ടുള്ള കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം? 30 ദിവസം. ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യത്തിനോ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ വിവരങ്ങൾ നൽകണം? 48 മണിക്കൂർ. വിവരാവകാശ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക്. വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കാണ് വിവരങ്ങൾ ചോദിക്കുവാൻ അവകാശമുള്ളത്? എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വിവരങ്ങൾ ലഭിക്കുന്നതിന് എത്ര രൂപ ഫീസ് അടയ്ക്കണം? ഫീസ് നൽകേണ്ടതില്ല. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് വിവരങ്ങൾ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്? സെക്ഷൻ 8. വിവരാവകാശ നിയമപ്രകാരമുള്ള ആദ്യ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസം. രണ്ടാമത്തെ അപ്പീൽ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 90 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പബ്ലിക് അതോറിറ്റി വിവരങ്ങൾ നൽകാൻ വൈകിയാൽ ഓരോ ദിവസവും എത്ര രൂപയാണ് പിഴ ഈടാക്കേണ്ടത്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി പിഴശിക്ഷ 25,000 രൂപ. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹനദാസ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. വിവരാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 6. വിവരാവകാശ നിയമത്തിലെ ആകെ എത്ര സെക്ഷനുകളുണ്ട്? 31. വിവരാവകാശ നിയമത്തിന്റെ 2-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുന്നത് ഒഴിവാക്കപ്പെട്ട രഹസ്യാന്വേഷണ സുരക്ഷാ സ്ഥാപനങ്ങൾ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ ഏത് ഭാഷ ഉപയോഗിക്കാം? ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ. വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചാൽ PIO അപേക്ഷകന് ഇത് അറിയിക്കേണ്ടതാണ്. ഉണ്ട്, കാരണം വ്യക്തമാക്കണം. വിവരാവകാശ നിയമത്തിന് മുൻപ് നിലവിലുണ്ടായിരുന്ന നിയമം ഏതായിരുന്നു? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ രാജ്യം സ്വീഡൻ 1766. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ എത്ര രൂപയാണ് സാധാരണ ഫീസ്? 10 രൂപ. വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലാവധി. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് സഹായം നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാൻ പ്രത്യേക ഫോറം നിർബന്ധമാണോ? അല്ല, വെള്ളക്കടലാസിൽ എഴുതി നൽകാം. മൂന്നാം കക്ഷിയെ സംബന്ധിച്ച വിവരമാണെങ്കിൽ PIO എത്ര ദിവസത്തിനുള്ളിൽ അവർക്ക് നോട്ടീസ് നൽകണം? 5 ദിവസം. വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് ലഭിക്കാത്ത വിവരം രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രഹസ്യ വിവരങ്ങൾ. വിവരം ഇൻഫർമേഷൻ എന്നതിനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ F. വിവരാവകാശം റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് നിർവചിച്ചിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ J. പൗരന്മാർക്ക് വിവരാവകാശത്തിന് അർഹതയുണ്ടെന്ന് പ്രസ്താവിക്കുന്ന വകുപ്പ് സെക്ഷൻ 3. പൊതു അധികാരികൾ പബ്ലിക് അതോറിറ്റീസ് വിവരങ്ങൾ സ്വമേധയാ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വകുപ്പ് സെക്ഷൻ 4 സബ്സെക്ഷൻ 1. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 5. വിവരങ്ങൾക്കായി അപേക്ഷ സമർപ്പിക്കേണ്ട രീതി വിവരിക്കുന്ന വകുപ്പ് സെക്ഷൻ 6. വിവരങ്ങൾ നൽകുവാനുള്ള സമയപരിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ്? സെക്ഷൻ 7. ഒരാളുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. സെക്ഷൻ 7 സബ്സെക്ഷൻ 1. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയ കാര്യങ്ങൾ സെക്ഷൻ 8 പരാമർശിക്കുന്നു. പകർപ്പവകാശം ലംഘിക്കപ്പെടുന്ന വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കാമെന്ന് പറയുന്ന വകുപ്പ് 9. ഒരു രേഖയുടെ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ നീക്കം ചെയ്ത് ബാക്കി വിവരങ്ങൾ നൽകാം എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 10. മൂന്നാം കക്ഷി വിവരങ്ങൾ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ സംബന്ധിച്ച വകുപ്പ് ഏത്? സെക്ഷൻ 11.
കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 12. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 15. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാലാവധിയെക്കുറിച്ച് പറയുന്ന വകുപ്പ് സെക്ഷൻ 16. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നതോടെ റദ്ദാക്കപ്പെട്ട പഴയ നിയമം ഏത്? സെക്ഷൻ 31 പ്രകാരം ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. വിവരാവകാശ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 30. ഈ നിയമപ്രകാരം കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഉണ്ടാക്കുന്ന ചട്ടങ്ങൾ അതത് നിയമസഭകളിൽ പാർലമെന്റിൽ സമർപ്പിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 29. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സ്പീക്കർ തുടങ്ങിയ സക്ഷമ അധികാരികൾക്ക് ചട്ടങ്ങൾ നിർമ്മിക്കാൻ അധികാരം നൽകുന്ന സെക്ഷൻ ഏത്? സെക്ഷൻ 28. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനായി ചട്ടങ്ങൾ നിർമ്മിക്കുവാൻ സമുചിത സർക്കാരിന് അധികാരം നൽകുന്ന സെക്ഷൻ 27. വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 25. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ 2-ൽ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ 24 സബ്സെക്ഷൻ 2. ചില സുരക്ഷാ അന്വേഷണ ഏജൻസികളെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 24. കോടതികളുടെ ഇടപെടൽ വിലക്കുന്ന വകുപ്പ് സെക്ഷൻ 23. മറ്റ് നിയമങ്ങളേക്കാൾ വിവരാവകാശ നിയമത്തിന് പ്രാബല്യം നൽകുന്ന വകുപ്പ് സെക്ഷൻ 22. സദുദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സംരക്ഷണം നൽകുന്ന വകുപ്പ് സെക്ഷൻ 21. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 20. രണ്ടാം അപ്പീല് 90 ദിവസത്തിനുള്ളിൽ നൽകണം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ 19 സബ്സെക്ഷൻ 3. അപ്പീലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ 19. വിവരാവകാശ കമ്മീഷന്റെ ചുമതലകളെക്കുറിച്ചും അധികാരങ്ങളെക്കുറിച്ചും പറയുന്ന വകുപ്പ് സെക്ഷൻ 18. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്കാണ്? അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 41 അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? 6 മണിക്കൂറിനുള്ളിൽ. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത്? ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് സെഡ് ഉള്ളതെന്ന് എക്ക് അറിയാം, എന്നാൽ ബിക്ക് അത് അറിയില്ല. സെഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്തോടെ ബിയെ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം സെഡ് മരണപ്പെടുകയും ചെയ്യുന്നു. ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല. എ കുറ്റകരമായ നരഹത്യ ചെയ്തു. 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുകയോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുകയോ കുറ്റകൃത്യമാകുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോഴാണ്? ഏതൊരാളും. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റം ഏതാണ്? സ്നാച്ചിങ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറന്റ് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ്? പ്രത്യേക പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിലിരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്തുനിന്ന് കണ്ടെടുക്കുന്നുവെങ്കിൽ ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്കാണ്? ഏതൊരു പൗരനും. എക്സ്, വൈ എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ എക്സ് ആയത് നിയമപരമായി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിൽ പോലീസിന്റെ ശരിയായ നടപടി എന്താണ്? പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോയിൽ പകർത്താം.
ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ: കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്താം. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുക. 1985 NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്? പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന: ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രഖ്യാപിച്ച കോടതി മുംബൈ ഹൈക്കോടതി. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം ഏതാണ്? സൈബർ ഭീകരവാദ പ്രവർത്തികൾ. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ് വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നത്? പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ. ഇവയെല്ലാം. ഒരു വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് വാഹനവും ലോഡും കൂട്ടിയ ഭാരം. 50 cc-യിൽ താഴെ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു? L1 കാറ്റഗറി. 18 വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എത്ര വയസ്സുവരെ ആ ലൈസൻസിന് സാധുത ഉണ്ടായിരിക്കും? 40 വയസ്സുവരെ. ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിനുള്ള റൂൾ ഏതാണ്? CMVR 1989 റൂൾ 17A. ഒരു ജോയിന്റ് RTOയെ താഴെ പറയുന്ന ലൈസൻസിംഗ് അതോറിറ്റിയായി പറയുന്നു: അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റി. പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ. 3 ടണ്ണിൽ താഴെ GVW ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനം 4 കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയാൽ പാസ്സായാൽ എത്ര വർഷത്തെ കാലാവധി ലഭിക്കും? 2 വർഷത്തേക്ക്. ഒരു വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വാഹനം എത്ര സമയം റോഡിൽ നിർത്തിയിടണം? 3 മിനിറ്റിൽ കൂടുതൽ. ഒരു ഇരുചക്ര വാഹനം റോഡിൽ കെട്ടിവലിക്കുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ എത്ര ദൂരം ഉണ്ടാകണം? കെട്ടിവലിക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ സെക്ഷൻ 185 എന്താണ്? മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ. വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാർണിംഗ് ട്രയാങ്കിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ. ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇൻഅറ്റൻറ്റീവ് ബ്ലൈൻഡ്നസ് ഉണ്ടാകുന്നു. ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ: ഉറക്കവും ക്ഷീണവും അവഗണിച്ച് വാഹനം ഓടിക്കരുത്. സമയത്തെത്താൻ അമിത വേഗത സ്വീകരിക്കാതെ നേരത്തെ പുറപ്പെടുക. വാഹനത്തിന്റെ രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും ഉപയോഗിച്ച് കാലാവധി ഉറപ്പുവരുത്തുക. മുകളിൽ പറഞ്ഞവയെല്ലാം. സ്റ്റിയറിംഗ് വീലിന്റെ റോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ആയി മാറ്റുന്നത് സ്റ്റിയറിംഗ് ബോക്സ്. ഒരു V8 എഞ്ചിനിൽ എത്ര എക്സോസ്റ്റ് മനിഫോൾഡ് ഉണ്ടായിരിക്കും? 2. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം 194 പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ എത്ര രൂപയാണ്? 20,000. ഒരു പുതിയ സ്വകാര്യ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷമാണ്? 15 വർഷം. ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ പരമാവധി അനുവദനീയമായ GVW എത്രയാണ്? 7500 കിലോ. താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകളിൽ പ്രതി കുറ്റം ചെയ്താൽ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 186. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂള് 1989 റൂൾ 168 പ്രകാരം റോഡ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഗുഡ് സമരിറ്റൻ തന്റെ ബാധ്യതകളും അവകാശങ്ങളും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല.
അധികൃതരെ അറിയിച്ചതിനു ശേഷം ഉടൻ ആശുപത്രി വിടാം. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾ 1989 റൂൾ 169 പ്രകാരം ഒരു ഗുഡ് സമരിറ്റൻ സ്വമേധയോ കേസിൽ സാക്ഷിയായി നിന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിർബന്ധമായും പാലിക്കേണ്ട നടപടിക്രമം അനുയോജ്യമായ സമയവും സ്ഥലത്തിന്റെ സാധാരണ വേഷം അണിഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യണം. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 സെക്ഷൻ 206 പ്രകാരം താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുവാൻ സാധിക്കും? ഡ്രൈവർ സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാകാതെ പോവുമെന്ന് ഉദ്യോഗസ്ഥന് പോലീസിന് ബോധ്യപ്പെട്ടാൽ. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 207 പ്രകാരം താഴെ പറയുന്ന ഏത് നിയമലംഘനമാണ് പോലീസിനെ ഒരു വാഹനം പിടികൂടുവാനുള്ള അധികാരം നൽകുന്നത്? സെക്ഷൻ 66(1) പ്രകാരം പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കൽ. റൂൾ 138A പ്രകാരം 2017 ഡിസംബർ 1 മുൻപ് വിറ്റ വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഘടിപ്പിക്കുവാനുള്ള അവസാന തീയതി 2021 ജനുവരി 1. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പിൻ പാസഞ്ചറായി കയറ്റി മോട്ടോർ സൈക്കിൾ പരമാവധി വേഗപരിധി എത്രയാണ്? 80 km/മണിക്കൂർ. റൂൾ 119 പ്രകാരം ഇലക്ട്രിക് ഹോണിന്റെ പരമാവധി ശബ്ദ നിലവാരം എത്ര ഡെസിബൽ ആണെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റൂൾ 122 പ്രകാരം ചാസിസ് നമ്പറുകൾ എത്ര mm ഉയരമുള്ള അക്ഷരങ്ങളിൽ എങ്കിലും എംബോസ് ചെയ്യണമെന്ന് നിബന്ധന? 7. റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡ് സ്ക്രീനുകൾക്ക് ഉപയോഗിക്കേണ്ടത് ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണ്? ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ്. റൂൾ 137 പ്രകാരമുള്ള ക്ലാസ് 2 ഹസാർഡസ് സാധനങ്ങൾ താഴെ പറയുന്നതിൽ ഏത് ഉൾപ്പെടുന്നു? കംപ്രസ് ഗ്യാസുകൾ. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകന് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ് കൊടുക്കേണ്ടതില്ല. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് എടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകന് എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് ഒടുക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്താവുന്ന പിഴസംഖ്യ എത്രയാണ്? 25,000 രൂപ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി 3 വർഷം. കസ്റ്റഡി മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. മനുഷ്യാവകാശ ലംഘനമാകുന്നതിനെ ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്യുന്ന തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ ശേഷമുള്ള സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. കേരളം സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂർ. ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി 6 വയസ്സ്. ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് അപകടം നടന്നു കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രധാനമാണ്. ഈ മണിക്കൂർ അറിയപ്പെടുന്നത് സുവർണ മണിക്കൂർ. ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ചു വലിച്ചുകൊണ്ടു പോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊപ്പൽഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏതു കാറ്റഗറിയിൽ പെടുന്നു? കാറ്റഗറി ടി. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനായി ഫോം 1A നൽകേണ്ടി വരുന്നത് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ അപേക്ഷകന് 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. കേരള മോട്ടോർ വാഹന റൂൾസ് 1989 ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂൾ 19. ഒരു കോൺട്രാക്ട് കേരിയേജ് വാഹനത്തിന്റെ പെർമിറ്റ് കാലാവധി 5 വർഷം. 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 2 വർഷം.
മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾ 3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മറ്റ് റോഡ് ഉപഭോക്താക്കളോടും പൊതുജനങ്ങളോടുമുള്ള ഡ്രൈവറുടെ കടമ. പരസ്പരം കടന്നുപോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറി വരുമ്പോൾ ഇറക്കം ഇറങ്ങുന്ന വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ വാഹനം ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. കയറ്റം കയറിവരുന്ന വാഹനത്തെ ആദ്യം കയറ്റിവിടേണ്ടതാണ്. 2 ചക്രങ്ങളിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട കരുതൽ. ഹസാർഡ്സ് വാർണിംഗ് ലൈറ്റ് ഉടൻ തന്നെ പ്രവർത്തിക്കണം. ഹൈവേയിലോ മേജർ റോഡുകളിലോ ആണെങ്കിൽ വാഹനത്തിന്റെ 50 മീറ്റർ പിന്നിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം. വാഹനം കിടക്കുന്നത് വളവിലാണെങ്കിൽ വളവിന് മുൻപിലായി റിഫ്ലക്റ്റീവ് ട്രാഫിക് വാർണിംഗ് ട്രയാങ്കിൾ വെച്ചിരിക്കണം. താഴെ പറയുന്നവയിൽ ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം? വൈപ്പർ, ഇഗ്നിഷൻ. ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏതെല്ലാം? മറ്റ് റോഡ് ഉപഭോക്താക്കളുടെ സുരക്ഷയെക്കുറിച്ചുള്ള കരുതൽ. ഡിഫൻസീവ് ഡ്രൈവിംഗ്. താഴെ പറയുന്നവയിൽ ഏതു വാഹനത്തിനാണ് റോഡിൽ മുൻഗണന നൽകേണ്ടത്? ആംബുലൻസ്. താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഡിഫൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകളാണ്? ജഡ്ജ്മെന്റ്, ആന്റിസിപ്പേഷൻ, എസ്കേപ്പ് റൂട്ട്. MSM എന്നാൽ മിറർ സിഗ്നൽ മാനവർ. കേരളത്തിലെ 4 വരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത മണിക്കൂറിൽ 65 കിലോമീറ്റർ. ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ ഭാരം. ഗ്രോസ് വെഹിക്കിൾ ഭാരം. റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? 24 മണിക്കൂർ. ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? സ്റ്റോപ്പ് ലൈനിന് മുൻപ്. പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ രക്ഷകർത്താവ് നൽകേണ്ട പിഴത്തുക 25,000 രൂപ. ചുവടെയുള്ള വാക്യങ്ങളിൽ തെറ്റായത്? പേരും വിലാസവും ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കണം. 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിലുള്ള യാത്ര. സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത്? സ്വയം വിറ്റ്നസ് ആകുവാനും ആകാതിരിക്കുവാനും സാധിക്കും. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത് ചെല്ലാൻ മുഖേന. വാഹനത്തിന്റെ രേഖകൾ പിടിച്ചെടുക്കുവാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ. പോലീസ് ഓഫീസർ. AMVI സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. വാഹനത്തിൽ ഫാസ്ടാഗ് പതിക്കേണ്ടത് എവിടെയാണ്? വിൻഡ് സ്ക്രീനിൽ. സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ. ഫയർ ടെൻഡർ, ക്വാഡ്രി സൈക്കിൾ, ആംബുലൻസ്. ഒരു മോട്ടോർ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദത്തിന്റെ നിയന്ത്രണം എല്ലാ മോട്ടോർ വാഹനത്തിലും ബാധകമാണ്. ഹസാർഡസ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാം? ഫയർ എക്സ്റ്റിംഗുകൾ, എമർജൻസി ഇൻഫോർമേഷൻ പാനൽ, VLTD. ഹസാർഡസ് ഗുഡ്സ് വാഹനത്തിൽ ക്ലാസ് ലേബലിന്റെ വലുപ്പം 250. ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 12,000 കിലോഗ്രാമിൽ കവിയും. ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് എഞ്ചിന്റെ താപനില അളക്കാൻ. യു-ടേൺ എടുക്കുവാൻ അനുവദനീയമല്ലാത്തത് എവിടെയാണോ യു-ടേൺ റോഡ് അടയാളത്താലും ട്രാഫിക് സിഗ്നലും നിരോധിച്ചിരിക്കുന്നത്? ഒരു മേജർ റോഡിലോ ഹൈവേയിലോ എക്സ്പ്രസ് ഹൈവേയിലോ തുടർച്ചയായ ഗതാഗതമുള്ള തിരക്കേറിയ റോഡുകൾ. മുകളിൽ പറഞ്ഞവയെല്ലാം. ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെട്ട പോയിന്റ്. ബൈറ്റിംഗ് പോയിന്റ്. ഒരു ജംഗ്ഷന് നേരെ പോകുന്നതിനുള്ള സിഗ്നലിന്റെ ആവശ്യമില്ല. ഒരു വാഹനം 84 കിലോമീറ്റർ സഞ്ചരിക്കാൻ 7 ലിറ്റർ ഡീസൽ ചെലവാക്കുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ ഇന്ധനക്ഷമത 12 കിലോമീറ്റർ പ്രതി ലിറ്റർ. ഡിപ്പ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് എഞ്ചിൻ ഓയിൽ ലെവൽ അളക്കാൻ. വാഹനത്തിന്റെ ഗതികോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ബ്രേക്ക്. എങ്ങനെ ഓവർടേക്ക് ചെയ്യണം എന്ന് എവിടെയാണ് പറയുന്നത്? ഡ്രൈവിംഗ് റെഗുലേഷൻസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എഞ്ചിന്റെ ഭാഗമല്ലാത്തത്? ഗ്ലോ പ്ലഗ്. നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പീരീഡ് എത്ര കാലയളവാണ്? ഗ്രേസ് പീരീഡ് ഇല്ല. ഒരു കാറിന്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മധ്യം തമ്മിലുള്ള അകലം. വീൽ ബേസ്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിസിലെ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഡിഫറൻഷ്യൽ. 4 സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് കിക്ക്. എന്താണ് ഷോൾഡർ ചെക്ക്? ബ്ലൈൻഡ് സ്പോട്ട് തല തിരിച്ച് പരിശോധിക്കുന്നത്.
കൂളന്റ് ഉപയോഗിക്കുന്നത് എൻജിൻ തണുപ്പിക്കാൻ. ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിലും വാഹനത്തിന്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ബ്ലൈൻഡ് സ്പോട്ട്. ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരിക്കേണ്ടത് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്. ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ, ബ്രേക്ക് ഫേഡിംഗ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ബാറ്ററിയിൽ. വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏത് തരമാണ്? കോൺവെക്സ്. വാഹനത്തിൽ രാസോർജം ഗതികോർജമാക്കി മാറ്റുന്ന സംവിധാനം എൻജിൻ. BS6 വാഹനങ്ങളുടെ പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 വർഷം. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിന്റെ കാലാവധി 5 വർഷം. താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് സ്കൂൾ ബസ്സിന്. വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്നതിനുള്ള ഉപകരണം ഓഡോമീറ്റർ. പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ടയറിലെ വായുസമ്മർദ്ദം അളക്കാൻ. കോസ്റ്റിക് എന്നാൽ ക്ലച്ച് അമർത്തിപ്പിടിച്ചോ ഗിയർ ന്യൂട്രലിൽ ഇട്ടോ ഇറക്കം ഇറങ്ങുന്നത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരം പരമാവധി പിഴ 1000 രൂപ. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ ബ്ലീഡിംഗ്. ഒരു വാഹനത്തിന്റെ എഞ്ചിനിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം കാർബൺ മോണോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, സൾഫർ ഓക്സൈഡ്. എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഉദ്ദേശം ഘർഷണം കുറയ്ക്കുക, പവർ നഷ്ടം കുറയ്ക്കുക, തേയ്മാനം കുറയ്ക്കുക. വാഹനത്തിന്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂരിക് ആസിഡ്, ജലം എന്നിവയുടെ ഒരു മിശ്രിതമാണ്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏതു ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? പിന്നിലെ ചക്രങ്ങൾ. ഹൈഡ്രോളിക് പവർ സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ: സ്റ്റിയറിംഗിൽ ആയാസം കുറയ്ക്കുന്നു, റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു, സുരക്ഷ കൂട്ടുന്നു. മുകളിൽ പറഞ്ഞവയെല്ലാം. ഡ്രൈവറെ കൂടാതെ പരമാവധി 6 യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം മോട്ടോർ ക്യാബ്. ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 50 km/മണിക്കൂർ. താഴെ പറയുന്നവയിൽ ഏത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിലില്ലാത്തത്? വേഗത കുറയ്ക്കാൻ. ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡിപ്പിഡ് ലൈറ്റ് ഓണാക്കേണ്ടതാണ്. ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണങ്ങൾ: അമിതഭാരം കയറ്റിയ ഗുഡ്സ് വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കുക. താഴെ പറയുന്നവയിൽ ഏതു വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്? ഫയർ സർവീസ് വാഹനം. ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 25 km/മണിക്കൂർ. ഒരു ഇരുചക്ര വാഹനത്തിനു കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 60 km/മണിക്കൂർ. ഒരു റെന്റ് ക്യാബ് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിന്റെ നിറം കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും. ഫയർ ഹോൺ അനുവദനീയമായ വാഹനം ഇതൊന്നുമല്ല. താഴെ പറയുന്നവയിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ദവസിലെടുക്കാവുന്നത്? ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, പെർമിറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്, സാധുതയുള്ള രജിസ്ട്രേഷൻ ഇല്ലാതെ വാഹനം ഓടിക്കുന്നത്. ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏതു സംവിധാനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്? ന്യൂമാറ്റിക്. ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്? 7 വർഷത്തിൽ താഴെ. സ്വമേധയാ ഉള്ള ലഹരി ഒരു കുറ്റം ഉപയോഗിക്കുന്നതിന് ഒഴികഴിവില്ല. IPCയുടെ 97-ാം വകുപ്പ് സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു: മോഷണവും കവർച്ചയും. 16 വയസ്സിൽ താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയെ പിതാവിന്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടി 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. ഏത് കേസുകളാണ് വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക? 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതലുള്ള തടവോ ആയ ഒരു കുറ്റവുമായി ബന്ധപ്പെട്ടതാണ് വാറന്റ് കേസ്. തെളിവ് നിയമത്തിലെ വകുപ്പ് 32(4) പ്രകാരം പ്രഖ്യാപനത്തിൽ എന്താണ് ഉൾപ്പെടുന്നത്? പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. 2011
കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താവുന്ന സാഹചര്യം മുകളിൽ പറഞ്ഞവയല്ല. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റ്? കമ്മിറ്റിക്ക് പോലീസിന്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും എന്ന പ്രസ്താവന തെറ്റാണ്. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ഏത് സാഹചര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുക, നിയമപരമായ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനായി ആവശ്യമില്ലാതെ ബലപ്രയോഗമോ ഭീഷണിയോ പാടില്ല, കുറ്റകൃത്യങ്ങളുടെ ഇരകളോട് പ്രത്യേക അനുഭാവം പ്രകടിപ്പിക്കുകയും സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുകയും വേണം. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെയും. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് വകുപ്പ് 66 പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. പ്രസ്താവന ശരിയാണ്. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് സെക്ഷൻ 25 എന്താണ്? ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചതിനുള്ള ശിക്ഷ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന്റെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യത്തിനുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ സെക്ഷൻ 31. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? 15 വർഷം. ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിൽ വരും? കാറ്റഗറി N3. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 9. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിന്റെ വ്യവസ്ഥയനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? റൂൾ 21. ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റി ആയി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെ. താഴെ പറയുന്നവയിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഗുഡ്സ് ഗാരേജ്. താഴെ പറയുന്ന ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? ആംബുലൻസ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. മോട്ടോർ സൈക്കിളോ 3 വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം മറ്റു വാഹനങ്ങളെ മറികടക്കുക, യു-ടേൺ എടുക്കുക, പുറകോട്ട് ഓടിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടി വലിക്കാവുന്നതാണ്. ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? റൂൾ 21. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? പരുക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം മറ്റുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം. താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനമല്ലാത്തത് അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധി ഏതാണ്? റിയർവ്യൂ മിറർ, ഹെഡ്ലൈറ്റ് സ്വിച്ച്, വിൻഡ് സ്ക്രീൻ വൈപ്പർ സ്വിച്ച്. ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്ത് അപകടം ഒഴിവാക്കുന്നതിനു താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേര്? ഓപ്ഷൻ സി IPDE. കേരളത്തിലെ 4 വരി ദേശീയപാതകളിൽ മോട്ടോർ വാഹന കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത 100 km/h. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റമാണ്.
മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനമോടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന കുറഞ്ഞ അളവ് 100 മില്ലി രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ. താഴെയുള്ള പ്രസ്താവനകളിൽ ശരിയേത്? മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഓടിക്കാവുന്ന സാഹചര്യം അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ, അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്നതിന്. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134 പ്രതിപാദിക്കുന്ന ഗുഡ് സമരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്ന ആൾ, അപകടസ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യുവാൻ സഹായിക്കുന്ന ആൾ, അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്ന ആൾ. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ പോലീസ് സബ് ഇൻസ്പെക്ടർ. ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ: പിൻചക്രം ഭാഗികമായി മറയ്ക്കുന്ന സുരക്ഷാ സംവിധാനം, പിൻസീറ്റ് യാത്രക്കാരന് പിടിച്ചിരിക്കുവാൻ വേണ്ട പിടി, പിൻസീറ്റ് യാത്രക്കാരന് ഉപയോഗിക്കാവുന്ന ഫുട് റെസ്റ്റുകൾ. റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ: ടൂൾ കിറ്റ്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്. താഴെ പ്രതിപാദിച്ചവയിൽ ഏതുതരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? ഫയർ ടെൻഡർ, ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, 80 കിലോമീറ്റർ/മണിക്കൂർ വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കുവാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ. ഹസാഡസ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫോർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയെല്ലാമാണ്? പിൻഭാഗത്തും ഇരുവശങ്ങളിലും. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറം ഒലീവ് ഗ്രീൻ ആൻഡ് നേവി ബ്ലൂ. സ്പാർക്ക് അറസ്റ്റർ ഉണ്ടായിരിക്കേണ്ട വാഹനം: പെട്രോളിയം ടാങ്കർ ട്രക്ക്. ഫാസ്റ്റ് ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം: മോട്ടോർ കാബ്. സീറ്റെയിൻ നമ്പർ ഏതുതരം ഇന്ധനവുമായി ബന്ധപ്പെട്ടതാണ്? ഡീസൽ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ 1342. താഴെ പറയുന്നവയിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏത്? ട്രെയിൻ. വാഹനത്തിൽ ആൾട്ടർനേറ്ററുകളുടെ ഉപയോഗം: ബാറ്ററി ചാർജ് ചെയ്യാൻ. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം: ഫീലർ ഗേജ്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം: ഡിഫറൻഷ്യൽ. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? തന്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന്. റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിനു ശേഷം മതിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര് ഗോൾഡൻ അവർ. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം നിർത്തുക. ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഹെഡ് ഗാസ്കറ്റ് തകരാർ. 1500 സിസിയിൽ താഴെയുള്ള മോട്ടോർ ക്യാബിനിൽ നിലവിലെ മിനിമം വാടക എത്രയാണ്? 5 കിലോമീറ്റർ വരെ 200 രൂപ. വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? ഫ്രിക്ഷൻ. കോഷനറി സൈൻ ബോർഡുകളുടെ ആകൃതി ത്രികോണം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തിൽ OBD എന്തിനെ സൂചിപ്പിക്കുന്നു? ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? മറ്റുള്ളവർ നിയമം ലംഘിക്കുകയും എന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. ABS എന്നാൽ എന്ത്? ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? സെക്ഷൻ 19. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം: ടാക്കോമീറ്റർ. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ യാത്ര ചെയ്യുവാൻ അനുവദിക്കുന്ന പരമാവധി ആളുകളുടെ എണ്ണം ആർക്കും അനുവദനീയമല്ല. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏതു പ്രായം തൊട്ടുള്ള യാത്രക്കാർക്ക് നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കേണ്ടതാണ്? 4 വയസ്സിന് മുകളിൽ. സലൂൺ ടൈപ്പ് ബോഡി ഏതുതരം വാഹനങ്ങൾക്കാണ് ഉള്ളത്? സ്റ്റേജ്, ഗാരേജ്.
ഒരു വാഹനത്തിൻ്റെ അൺലാഡൻ വെയ്റ്റ് എന്നാൽ എന്ത്? ഡ്രൈവർ ഒഴികെയുള്ള വാഹനത്തിൻ്റെ ഭാരം. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? പുറകിൽ നിന്നുള്ള വാഹനം റിയർ വ്യൂ മിററിൽ കാണുവാൻ സാധിക്കാത്ത മേഖല. വീൽ ബേസ് എന്നാൽ എന്ത്? മുന്നിലെയും പിന്നിലെയും വീലുകൾ മധ്യരേഖകൾ തമ്മിലുള്ള അകലം. 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി 2 വർഷം. ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ടയറിന്റെ തേയ്മാനത്തിന്റെ പരിധി. ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ 4 സ്ട്രോക്ക് പൂർത്തിയാക്കിയിരിക്കുമ്പോൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? 2 പ്രാവശ്യം. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഹാൻഡ് ബ്രേക്ക്. വാഹനത്തിലെ എഞ്ചിനിൽ നിന്ന് പുറംതള്ളുന്ന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം ഹൈഡ്രോ കാർബൺ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചുമത്തുന്ന പിഴ 2000 രൂപ. ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡന്റിന് നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 20 വയസ്സിന് മുകളിൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം കേരളത്തിൽ ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മലപ്പുറം. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? മാസ്റ്റർ സിലിണ്ടർ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരം ആക്കിയിരിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 185. ജംഗ്ഷനിൽ വാഹനം ഓടിക്കുമ്പോൾ ഏത് വാഹനത്തിനാണ് മുൻഗണന? വലതുവശത്തുകൂടി വരുന്ന വാഹനങ്ങൾക്ക്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ഉയർന്ന പരിധിയില്ല. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി നൽകുക. വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ശ്രദ്ധയോടുകൂടി മുന്നോട്ടെടുക്കേണ്ടത് ഏത് നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റ് മിന്നിത്തിളങ്ങുമ്പോഴാണ്? ആംബർ. ഡ്രൈവിംഗ് ലൈസൻസ് മുൻകൂട്ടി പുതുക്കുന്നതിനുള്ള അനുവദനീയമായ കാലാവധി കഴിയുന്നതിന് 12 മാസം മുൻപ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 എന്തിനെ സൂചിപ്പിക്കുന്നു? അമിത വേഗത. സ്വകാര്യ വാഹനങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അനുവദനീയമല്ലാത്ത നിറം ഒലീവ് ഗ്രീൻ. ലെഡ് ആസിഡ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. പെർമിറ്റ് വേണ്ടാത്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ GVW എത്ര? ഇവയൊന്നുമല്ല. സ്റ്റേജ് ഗാരേജിന് പെർമിറ്റ് അനുവദിക്കുന്നത് ആരാണ്? RTA. ടയർ റൊട്ടേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യം ടയറിന്റെ തേയ്മാനം ഒരേപോലെ ആകുന്നതിന്, ടയറിന്റെ ലൈഫ് കൂട്ടുന്നതിന്, വാഹനത്തിന്റെ സുഗമമായ യാത്രയ്ക്ക്. പ്രൈവറ്റ് വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അനുവദിച്ചിട്ടില്ല. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസ് എടുക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി 20 വയസ്സ്. സ്പാർക്ക് പ്ലഗ് ഉപയോഗിക്കാത്ത എഞ്ചിൻ ഡീസൽ എഞ്ചിൻ. BS6 എഞ്ചിൻ ഫിറ്റ് ചെയ്ത പുതിയ വാഹനങ്ങൾക്ക് പുകപരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉണ്ടോ? 1 വർഷത്തിനു ശേഷം ആവശ്യമാണ്. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ എത്ര ബാറ്ററി ഉണ്ടായിരിക്കണം? 2. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് ഇടത് കൈ കൊണ്ട് കാണിക്കാവുന്ന സിഗ്നൽ? ഓപ്ഷൻ ഡി ഇല്ല. മോട്ടോർ വാഹന നിയമം സെക്ഷൻ 185 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം മദ്യപിച്ച് വാഹനമോടിക്കൽ. സ്കൂൾ ബസുകൾക്ക് അനുവദിച്ച പരമാവധി വേഗത 50 km/h. ഒരു വാഹനം മറ്റൊരു വാഹനത്തിന്റെ പുറകിൽ ഓടിച്ചു പോകുമ്പോൾ പാലിക്കേണ്ട അകലം മുൻപിലെ വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം. CRTI-യുടെ പൂർണ്ണരൂപം കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. 4 സ്ട്രോക്ക് എഞ്ചിനുകളിൽ വായു അകത്തേക്ക് എടുക്കുന്ന സ്ട്രോക്ക് സക്ഷൻ. ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ ഏത് വാൾവിനാണ് കൂടുതൽ വലുപ്പം? ഇൻലെറ്റ് വാൾവ്. മോട്ടോർ വാഹന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏത് തരം വാഹനത്തിനാണ് പെർമിറ്റ് ആവശ്യമില്ലാത്തത്? 3000 കിലോഗ്രാമിൽ താഴെ GVW ഉള്ള എല്ലാ ഗുഡ്സ് വാഹനങ്ങൾക്കും. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? എഞ്ചിന്റെ താപനില ഇൻഡിക്കേറ്റർ. ബ്രേക്ക് ഫെയ്ഡ് എന്നാൽ ബ്രേക്കിൽ സിസ്റ്റത്തിനു സംഭവിക്കുന്ന ഒരു തകരാർ. ഇന്റർകൂളർ എന്തിന്റെ ഭാഗമാണ്? എഞ്ചിൻ എയർ ഇൻടേക്ക് സിസ്റ്റം. ഹെവി വാഹനമെന്നാൽ GVW 12000 കിലോഗ്രാമിന് മുകളിലുള്ള വാഹനങ്ങൾ. താഴെ കാണിച്ചിരിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? എയർ ബാഗ് വാണിംഗ്. 4 സൈഡ് ഇൻഡിക്കേറ്ററുകൾ ഒരേ സമയം ഉപയോഗിക്കുന്നത് എപ്പോൾ? അപകട സൂചന നൽകുന്നതിന്. ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ബാഡ്ജിന്റെ കാലാവധി 5 വർഷം.
ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നാൽ 7500 കിലോഗ്രാമിന് താഴെ GVW ഉള്ള വാഹനങ്ങൾ. 50 cc-യിൽ താഴെയുള്ള വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ലഭിക്കുന്നതിന് ചുരുങ്ങിയ പ്രായപരിധി 16 വയസ്സ്. AdBlue ഉപയോഗിക്കുന്നത് ഏത് തരം എഞ്ചിനുകളാണ്? ഡീസൽ. ഡീസൽ എക്സ്ഹോസ്റ്റ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് എന്ത് ആവശ്യത്തിനായാണ്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്. മോട്ടോർ വാഹന നിയമം 112-ാം വകുപ്പ് അനുശാസിക്കുന്ന വാഹനങ്ങളുടെ വേഗതാപരിധി. റിട്ടാർഡർ എന്ത് ആവശ്യത്തിനായി വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു? വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കുന്നതിന്. വാഹനം ആകെ ഓടിയ ദൂരം കാണിക്കുന്ന ഉപകരണം ഓഡോമീറ്റർ. തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഡ്രൈവർ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് ഡീപ്പ് ബീം ഓൺ ചെയ്ത് കടന്നുപോകണം. കെട്ടിവലിക്കുവാൻ അനുവാദം ഇല്ലാത്ത വാഹനം ഇരുചക്രവാഹനം. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ എത്ര പേരെ കയറ്റുവാൻ അനുവാദമില്ല? ABS വാണിംഗ് ലാമ്പ് വാഹനം ഓടിക്കേണ്ടിയിരിക്കവെ തെളിഞ്ഞാൽ വാഹനം തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. ടർബോ ചാർജർ എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് എന്തിന്? എഞ്ചിന്റെ അകത്തേക്ക് വായുപ്രവാഹം വർദ്ധിക്കുന്നതിന്. ഹീറ്റ് പ്ലഗ് ഉപയോഗിക്കുന്നത് ഡീസൽ എഞ്ചിനുകളിൽ. ECU എന്നാൽ എന്ത്? ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ്. 24 വോൾട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു കാറിന്റെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന ബൾബിന്റെ പരമാവധി വോൾട്ടേജ്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. കാറുകളിൽ AC കണ്ടൻസറിന്റെ സ്ഥാനം റേഡിയേറ്ററിന് മുൻപിൽ. ഒരു ടയറിൽ 185/65/R14 എന്ന് കാണുന്നു. ഇതിൽ 14 സൂചിപ്പിക്കുന്നത് റിമ്മിന്റെ വ്യാസം. ടയർ പ്രഷർ സൂചിപ്പിക്കുന്നതിൽ PSI എന്നതിന്റെ പൂർണ്ണരൂപം Pounds/സ്ക്വയർ ഇഞ്ച്. താഴെ കാണിക്കുന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർത്തരുത്. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ പെർമിറ്റിന്റെ കാലാവധി 5 വർഷം. ഒരു എഞ്ചിനിൽ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ഉപയോഗിക്കുന്നത് എന്തിന്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുവാൻ. എയർബാഗിൽ കാണുന്ന SRS എന്നാൽ എന്ത്? സപ്ലിമെന്ററി റസ്റ്റ് റൗണ്ട് സിസ്റ്റം. ബൈറ്റിംഗ് പോയിന്റ് എന്തിനെ സംബന്ധിക്കുന്ന വാക്കാണ്? വാഹനം ചലിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്. BS4 എഞ്ചിൻ എന്നതിലെ BS എന്തിനെ സൂചിപ്പിക്കുന്നു? ഭാരത് സ്റ്റേജ്. ഒരു വാഹനത്തിലെ MIL എന്നാൽ എന്ത്? മാൽ ഫങ്ഷൻ ഇൻഡിക്കേറ്റർ ലാമ്പ്. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി 3 വർഷം.